إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار نعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ ലോകസ്രഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കൃത്യമായി പാലിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകൾ മുഴുവൻ സ്വീകരിച്ച് പാപങ്ങളൊക്കെ പുറത്ത് നാളെ സ്വർഗത്തിന്റെ ഉന്നത ദർജകളിൽ നമ്മെ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു പുതിയ വർഷത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇന്ന് 1446 ദുൽഹിജ്ജ 30. നാളെ 1447 മുഹറം 1-ാം തീയതിയിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. പുതുവർഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്തകൾക്ക് വഴി തുറക്കേണ്ടതാണ്. ഒരു വർഷം നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോയി എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾക്ക് ബോധ്യമുണ്ടാകേണ്ടത്. അള്ളാഹു നിശ്ചയിച്ചു വെച്ച ആയുസ്സിൽ ഇനി എത്രയാണ് അവശേഷിക്കുക എന്ന് നമുക്കാർക്കും അറിയില്ല. വരാനിരിക്കുന്ന ഒരു വർഷം, അതിൽ എത്ര നാളായിരിക്കും അള്ളാഹു നമ്മളുടെ ആയുസ് നിശ്ചയിച്ചിരിക്കുക എന്നുള്ളത് പോലും നമുക്കറിയില്ല. ഒരു പക്ഷെ അങ്ങനെയും സംഭവിച്ചേക്കാം. പുതിയ ഒരു വർഷം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ ഈ ലോകത്ത് നിന്നൊരു പക്ഷേ വിട പറയേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ
ഇത്തരത്തിലുള്ള ഓരോ കലണ്ടറുകൾ മാറുമ്പോഴും ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കുകയും ആലോചിക്കുകയും വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി നാളേക്ക് വേണ്ടി എന്താണ് എനിക്ക് ചെയ്തു വെക്കാൻ സാധിച്ചിട്ടുള്ളത്, ഇനിയും അള്ളാഹു നീട്ടിത്തന്ന അല്ലെങ്കിൽ അള്ളാഹു ഔദാര്യമായി നൽകിയ എന്റെ ആയുസ്സിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രത്യേകമായ സമയങ്ങളെന്ന് എന്നെയും നിങ്ങളെയും ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, മഹാനായ ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നല്ലാഹ ഖതത ഹസനത ബിശഹരിൻ ഹറാമിൻ വഖതമഹ ബിശഹരിൻ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തെ തുടങ്ങുന്നതും പവിത്രമായ ഒരു മാസം കൊണ്ടാണ്, അതുപോലെ തന്നെ ഒരു വർഷത്തെ അവസാനിപ്പിക്കുന്നതും പവിത്രമായ ഒരു മാസം കൊണ്ടാണ്. ഏറെ പവിത്രമായ ദുൽഹിജ്ജയാണ് നമ്മൾ നിന്നും വിട പറയാനിരിക്കുന്ന വർഷത്തിലെ അവസാനത്തെ മാസം. അള്ളാഹു പവിത്രം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ മുഹറം എന്ന ശ്രേഷ്ഠമായ മാസത്തിലേക്കാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാനിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ഇസ്ലാമിക കലണ്ടർ തുടങ്ങുന്നതും ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതും അതിലെ ആദ്യ മാസം മുഹറം മാസമാണ് എന്നുള്ളത് നിശ്ചയിക്കുന്നതുമൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സഹാബികൾ ആണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മാസങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചും അതിന്റെ കണക്കുകളെ സംബന്ധിച്ചും ഒരു ഓർഡർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് കൃത്യമായും ഇതിനെ വ്യവച്ഛേദിച്ചതും നിശ്ചയിച്ചതും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം സൂറത്ത് തൗബയിൽ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മുൻപും കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഖുതുബകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ എന്നുള്ളത്. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ് എന്നുള്ളതും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് എന്നുള്ളതും അത് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ സമയത്ത് തന്നെ അല്ലാഹു ഈ കൃത്യമായ കണക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് എന്നുള്ളതും മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ് എന്നുള്ളതും അത് ദുൽഹിജ്ജയും ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറവും അതുപോലെ തന്നെ റജബുമാണ് എന്നുള്ളത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നതും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു പവിത്രമാക്കി എന്നുള്ളതിനെ കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ബാധ്യതയാണ്. ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ആ മാസങ്ങളെ നമ്മൾ കാണേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ഇതിൽ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, സലാസത്തുൽ മുതവാലിയാത്ത്, 3 പിന്തുടർന്ന് വരുന്നതാണ്, ഒരുമിച്ച് വരുന്നതാണ്. അതാണ് ദുൽഖഅദും ദുൽഹിജ്ജയും അതുപോലെ മുഹറവും എന്ന് പറയുന്നത്. അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞു, വറജബു മുദർ അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ജുമാദയുടെയും ശഅബാനിന്റെയും ഇടയിൽ വരുന്ന റജബ് മാസമാണ്. അത് മുദറുകാരുടെ റജബ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞത്. അത് അന്നുണ്ടായിരുന്ന അവരുടെ ഗോത്രക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു തർക്കം, അതുമായി ബന്ധപ്പെട്ടാണ് റജബ് മാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി സ്വീകരിച്ചത് എന്ന് മുദറുകാർ വാദിക്കുകയും അല്ലാഹു അത് ആ രൂപത്തിൽ തന്നെ ആയത്ത് ഇറക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് തന്നെ, മുദറുകാരുടെ റജബ് എന്ന്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഈ മാസങ്ങളിൽ നന്മകൾ കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് ഒരു വിശ്വാസി സ്വീകരിക്കുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്മകൾ അധികരിപ്പിക്കാനാണ് അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതോടൊപ്പം തിന്മകളെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളത്. കാരണം നന്മ ചെയ്താൽ എത്രമാത്രം അല്ലാഹു അതിനെ സ്വീകരിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്നുവോ, അതുപോലെ തിന്മ ചെയ്താൽ ആ തിന്മ അതിന്റെ ശിക്ഷ അതുപോലെ കാഠിന്യമായിരിക്കും
കഠിനമുള്ളതായിരിക്കും, വേദനയേറിയതായിരിക്കും എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു പവിത്ര മാസം കഴിഞ്ഞ് മറ്റൊരു പവിത്ര മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് നമ്മൾ കൃത്യമായും അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെ മുന്നോട്ട് പോകണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അഫ്ളലുസ് സിയാമി ബഅദ റമദാൻ, റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുകൾ എന്ന് പറയുന്നത് ഷഹ്റുല്ലാഹിൽ മുഹറം. കണ്ടോ, അവിടെ അള്ളാഹു ആ മാസത്തെ പറഞ്ഞത് ഷഹ്റുല്ലാ എന്നാണ്. 12 മാസങ്ങളുണ്ട്. ആ 12 മാസങ്ങളിൽ അള്ളാഹുവിന്റെ മാസം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് അതിനോടുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ്, അതിനോടുള്ള ഒരു പ്രത്യേക പ്രാധാന്യം കൊണ്ടാണ്. ഇപ്പൊ ബൈത്തുള്ള അള്ളാഹുവിന്റെ ഭവനത്തെ അള്ളാഹു അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഭവനം, അതിനോടൊരു ഹുർമത്തുണ്ടാകണം, അതിനോടൊരു ശ്രേഷ്ഠതയുണ്ടാകണം, പവിത്രത കാണണം, പരിശുദ്ധി കാണണം, അതിനോടൊരു മുഹബ്ബത്ത് ഉണ്ടാകണം വിശ്വാസിക്ക്. അതിനാണ് അള്ളാഹു ബൈത്തുള്ള എന്ന് പറഞ്ഞത്. അതുപോലെയാണ് ഷഹ്റുല്ലാ എന്ന് പറയുന്നത്. അതുപോലെ നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞില്ലേ, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പ്രത്യേകം പറഞ്ഞത് അതിനോടുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ അത്രത്തോളം വിശ്വാസികൾ ആ അള്ളാഹു കണ്ട ആ ഒരു പ്രത്യേകത അതിനെ മാരൂപത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന വാചകങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പറഞ്ഞു, വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്ന് പറയുന്നത് രാത്രി നമസ്കാരമാണ് എന്ന് ആ ഹദീസിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്പോ ഷഹ്റുല്ലാ എന്ന ആ മാസത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ചെയ്യുന്നത് പോലും നിരോധിക്കുകയാണ്. യുദ്ധം ചെയ്യുന്നത് പോലും നിരോധിക്കുകയാണ് ആ മാസത്തിൽ. 4 മാസങ്ങളിൽ എന്ന് പറഞ്ഞാൽ പാപങ്ങളിലേക്ക് ഒരിക്കലും ചെന്നെടുക്കാത്ത രൂപത്തിൽ, പാപങ്ങൾ ചെയ്യാത്ത രൂപത്തിൽ ഈ മാസങ്ങളെ കണ്ട് അത് ആ രൂപത്തിൽ തന്നെ അതിനെ സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുമാത്രവുമല്ല, ഈ മാസത്തിന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഫറഅൽ യഹൂദ തസൂം യൗമ ആശുറാ. ഈ മുഹറം 10 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അവിടെയുള്ള യഹൂദികളായ ആളുകൾ, ജൂതന്മാരായ ആളുകൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. മാ ഹാദാ, ഇതെന്താണ്, എന്തിനാണ് ഇവർ ഈ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചു അവരോട്. ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമു സാലിഹുൻ ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുബ്ബിഹിം. ഇതൊരു പ്രത്യേകമായ ദിവസമാണ്. ഈ മുഹറം 10 എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരൽപ്പം പ്രത്യേകതയുള്ള ദിവസമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിൽ നിന്നും മൂസാ നബി അലൈഹിസ്സലാമിനെ, ബനൂ ഇസ്രായേലരെ അവരുടെ ശത്രുക്കളിൽ നിന്ന്, ഫിർഔനിന്റെയും അതുപോലെ തന്നെ അവന്റെ കൂട്ടാളികളാകുന്ന ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണ് മുഹറം 10. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാളിലും ഏറ്റവും അധികം അതിന് അവകാശമുള്ളവർ, ആ നോമ്പ് അനുഷ്ഠിക്കാനും അതിനെ ആദരവോടുകൂടി കാണാനും പവിത്രമായി കാണാനും നിങ്ങളെക്കാളിലും അവകാശം നമുക്കാണുള്ളത്. എന്താ കാരണം? ജൂതന്മാരായ ആളുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്നുണ്ട് എങ്കിലും മൂസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചെടുത്തു നിന്നും അവർ പോയി. മൂസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ആ വാക്ക് തൗഹീദിൽ നിന്നും അതല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നും അവർ പോയി. അവർ തൗറാത്ത് എന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു കൊടുത്ത ഗ്രന്ഥത്തിൽ മാറ്റത്തിരുത്തലുകൾ നടത്തി. ആ തൗറാത്തിനെ പലപ്പോഴും അവർ അവരുടെ ഇച്ഛകളും അവരുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് അവർ തിരുത്തി.
അവർക്ക് പറ്റാത്തതിനെ അവർ ഉൾക്കൊള്ളാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി ഇസ്ലാമിനോടുള്ള മഹബത്ത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ പിൻപറ്റുന്ന, അതിനെയെല്ലാം അംഗീകരിക്കുന്ന ഞങ്ങൾക്കാണ് മുഹറം 10 ഏറ്റവും ചേർന്ന് നിൽക്കാൻ യോഗ്യത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫസാമഹു വഅമറ ബിസിയാമിഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കുകയും നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് തന്നെ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. പക്ഷെ നോമ്പെടുക്കാൻ ആരോടും കൽപ്പിച്ചിട്ടില്ല, നിർബന്ധിച്ചിട്ടുമില്ല. അതിനുശേഷം മദീനയിലേക്ക് വന്നതിന് ശേഷം ഈ വിഷയം ജൂതരുമായി കൊണ്ട് ഈ വിഷയം സംസാരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് നോമ്പെടുക്കാൻ കൽപ്പിച്ചു. നിർബന്ധമായും നോമ്പെടുക്കണമെന്ന് പറഞ്ഞു. അത് പണ്ഡിതന്മാരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ റമദാനിന്റെ നോമ്പ് നിർബന്ധമാകുന്നത് വരെ മുഹറം 10 നോമ്പ് നിർബന്ധമായിരുന്നു. ഹിജറ 2 അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയല്ലോ, റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയല്ലോ. അതിനു മുമ്പ് റമദാൻ നോമ്പില്ല. ആ സമയത്ത് ഈ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമായിരുന്നു എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയതിനു ശേഷം അത് ഉദ്ദേശിക്കുന്നവർ എടുത്തുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് നിർബന്ധ ബുദ്ധിയിൽ നിന്ന് മാറി, നിർബന്ധം എന്നതിൽ നിന്ന് മാറി. എന്നാൽ അതിന്റെ ശ്രേഷ്ഠതയ്ക്കോ അതിന്റെ പ്രാധാന്യത്തിനോ യാതൊരു കുറവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ നോമ്പിന്റെ പ്രത്യേകതകൾ നമുക്ക് പറയുന്നത് കാണാൻ സാധിക്കും. റമദാൻ കഴിഞ്ഞാൽ മുഹറം മാസത്തിലെ നോമ്പുകളാണ് ഏറ്റവും ഉത്തമമായത് എന്നാണ് അതുമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ റമദാനിലെ നോമ്പിന് ശേഷം മുഹറത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അത് കേവലം മുഹറം 10 നോമ്പ് മാത്രമായി മാറേണ്ടതില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോമ്പ് നമുക്ക് അനുഷ്ഠിക്കാം, അത് ധാരാളമായി അനുഷ്ഠിക്കാനുള്ള ഒരു പരിശ്രമം ഈ മുഹറം മാസത്തിൽ നമ്മൾ നടത്തണം. നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോ മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വന്നേക്കാം. ശഅബാൻ മാസത്തിലാണല്ലോ റസൂലുള്ള ഏറ്റവും അധികം നോമ്പ് അധികരിപ്പിച്ചത്. റമദാൻ കഴിഞ്ഞാൽ ശഅബാനിലാണല്ലോ ഏറ്റവും കൂടുതൽ നോമ്പ് എന്തുകൊണ്ട് ഈ മുഹറത്തിൽ നോമ്പ് അധികരിപ്പിച്ചില്ല എന്നുള്ള ചോദ്യങ്ങൾ വരാം. അതിനുള്ള മറുപടിയായിട്ടും പറഞ്ഞു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപക്ഷേ തിരക്കുകൾ പെട്ടിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രയാസത്തിൽ പെട്ടത് കൊണ്ട് മാത്രമായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ അനുഷ്ഠിക്കാൻ കഴിയാതിരുന്നത് എന്ന രൂപത്തിൽ അദ്ദേഹം മറുപടിയും തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും നോമ്പ് അനുഷ്ഠിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. അത് റമദാൻ കഴിഞ്ഞാൽ മുഹറത്തിലെ നോമ്പിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തിങ്കൾ നോമ്പെടുക്കാം, വ്യാഴം നോമ്പെടുക്കാം. ഈ പറയുന്ന 9ഉം 10ഉം നോമ്പിനോടൊപ്പം തന്നെ 13ഉം 14ഉം 15ഉം നോമ്പെടുക്കാം. അതല്ലാത്ത ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നവർ ആ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കണം എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളെ വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രവുമല്ല, ആ ഒരു നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നത് പോലും ചെറുപാപങ്ങളെ, കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങളെ പുറത്തു തരുന്ന ഒരു നോമ്പാണ് മുഹറം 10 നോമ്പ് എന്നുള്ളത്. ഒരിക്കലും വൻ പാപങ്ങൾ പുറത്തു കിട്ടുന്ന ഒരു അമൽ സ്വാലിഹാത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. അത് പശ്ചാത്തലത്തിൽ ഖേദിച്ചു മടങ്ങി മുന്നോട്ട് പോകുക തന്നെ വേണം. ഈ പറയുന്ന അമൽ സ്വാലിഹാത്തുകളിലൂടെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്ന് പറയുന്നതൊക്കെ ചെറുപാപങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചെറുപാപങ്ങൾ അതിലൂടെ പുറത്തു കിട്ടും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് അനുഷ്ഠിക്കാൻ പറഞ്ഞ ഈ നോമ്പും അതല്ലാത്ത രൂപത്തിലുള്ള നോമ്പുകളും അനുഷ്ഠിക്കാൻ ഈ പറയുന്ന മാസത്തെ നമ്മൾ പ്രത്യേകമാക്കി കാണണം. അതോടൊപ്പം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള ഒരു അവസരം. എല്ലാ ദിവസവും സ്വതക്ക, എന്തെങ്കിലും ഒരു സ്വതക്ക നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുക. ചെറിയ രൂപത്തിൽ ഒരു 10 രൂപയായാലും ശരി, എല്ലാ ദിവസവും എന്റെ വക ഇന്ന മാർഗത്തിലേക്ക് ഒരു സ്വതക്ക നമ്മൾ കൊടുക്കുക, നിശ്ചയിക്കുക. രോഗികളെ സന്ദർശിക്കേണ്ടത് രോഗികൾ സന്ദർശിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള തിന്മകളിലേക്കൊന്നും ചെന്ന് ചാടാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ആ രൂപത്തിലാണ് പവിത്രമായ മാസങ്ങളെ നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുക. എല്ലായ്പ്പോഴും നമ്മൾ വിട്ടു നിൽക്കേണ്ടവരാണ്.
എന്നാൽ ഈ പവിത്രമായ മാസങ്ങളിൽ ഒരല്പം പ്രത്യേകമായും ഗൗരവമായിട്ടും ആ തിന്മകളെ കാണുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. ആ രൂപത്തിൽ നമ്മളിലേക്ക് വരാനിരിക്കുന്ന ഈ മാസത്തെ ഏറ്റവും ഉപകാരപ്രദമായ രൂപത്തിൽ, നമ്മളുടെ പരലോകത്ത് നമുക്ക് സ്വർഗത്തിന്റെ ഉന്നത പദവികൾ ലഭ്യമാകുന്ന രൂപത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹറവുമായി ബന്ധപ്പെട്ട് നമ്മളിലേക്ക് വരാനിരിക്കുന്ന ആ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയത്. നമുക്കറിയാം, മുഹറം പവിത്ര മാസമാണെന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ടു വന്ന ചില വാക്കുകളാണ്. അല്ലാഹുവിന്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് കാണാം, അതുപോലെ പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ഓർമ്മിപ്പിച്ചതുപോലെ കാത്തു സൂക്ഷിക്കേണ്ട രൂപത്തിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ ഈ മാസത്തെ ചില ആളുകൾ നഹ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് കാണാൻ സാധിക്കും. അത് ഈ മാസം മാത്രമല്ല, അറബി മാസങ്ങൾ പലതും എടുത്താൽ കലണ്ടറുകളിൽ നഹ്സ് എന്ന രൂപത്തിൽ ചില ഡേറ്റുകൾ ചില ആളുകൾ പ്രത്യേകമാക്കി കാണിക്കുകയും കലണ്ടറിന്റെ ഒരു സൈഡിൽ ഈ മാസത്തെ നഹ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഡേറ്റുകൾ കുത്തിക്കുറിച്ച് ആ മാസത്തിൽ ഒരു പുണ്യവും ഒരു നന്മയും ഒരു നല്ല കാര്യത്തിലേക്കും ഇറങ്ങി പുറപ്പെടാനോ തുടങ്ങുവാനോ പാടില്ല എന്നൊക്കെ ഈ സമൂഹത്തിൽ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ഒരു ചിന്താഗതി കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ ജൂതന്മാർ പടച്ചുവിട്ട ഷിയാക്കളുടെ ഒരു വാദമാണ്. ഷിയാക്കൾ നമുക്കറിയാം, പല രൂപത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ പ്രമാണങ്ങളെയെല്ലാം നിഷേധിച്ചുകൊണ്ട് സഹാബികളിൽ പലരെയും ചീത്ത വിളിച്ചുകൊണ്ട് അത്തരത്തിൽ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘമാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ എന്ന് പറയുന്നത്. ഈ ഒരു ശരി ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ മുഹറം 10 നഹ്സ് അല്ലെങ്കിൽ ദുശകുനമാണ് എന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗം കൊണ്ടുവന്നിട്ടുള്ളത്. അവർ അന്നേ ദിവസം പ്രത്യേകമായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തുകയും, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്ന് കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ട ദിവസമാണ് ഈ മുഹറം 10 എന്നുള്ളത് കൊണ്ട് അവർ ആ ദിവസത്തെ ശകുനമായി കാണുകയും അതുകൊണ്ട് തന്നെ അന്നേ ദിവസം അവർ പ്രത്യേകമായ ചില ആചാരങ്ങളും സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളും ഒക്കെ അന്നേ ദിവസം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു നഹ്സും ദുശകുനവും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരം ഒരു ചിന്താഗതി നമ്മളുടെ ഇടയിൽ തന്നെയുള്ള മറ്റ് പല മതവിശ്വാസികളിലും ഉണ്ട്. ഇപ്പൊ ഒരു പൂച്ച കുറുക്കെടുത്ത് ചാടുക, അല്ലെങ്കിൽ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ പുറകിൽ നിന്ന് വിളിക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് കയറുക, ഇതൊക്കെ ആ യാത്ര ദുശകുനമായി മാറുന്നതിന്റെ ലക്ഷണങ്ങളാണ് എന്നുള്ളത് ചില ആളുകൾ നമ്മളുടെ ഇടയിൽ പഠിപ്പിക്കുകയും ചില ആളുകൾ ഇപ്പോഴും ആ വിശ്വാസം വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചീവിട് കരയുന്ന ശബ്ദം കേൾക്കുക, മറ്റേതോ ഒരു നമ്മളുടെയൊക്കെ പറയാനുണ്ട് റൂഹാനി കിളി കരഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വിശ്വാസം നമ്മുടെ ഇടയിൽ പല ആളുകൾ വെച്ചു പുലർത്താറുണ്ട്. അതുപോലെ തന്നെ രാവിലെ പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ തന്നെ കാലിക്കൊട്ടയോ കാലിച്ചാക്കോ കണ്ടാൽ ഇന്നത്തെ കാര്യം പോക്കാണെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഇടയിൽ ചില ആളുകളിലുണ്ട്. അതുപോലെ തന്നെ കൈനീട്ടം പല ആളുകളും ഇപ്പോഴും നമ്മളുടെ ആളുകൾ കട തുറന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം ചെല്ലുന്ന ആള് ഒരു പക്ഷെ കടം പറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അത് കൊടുക്കാത്തൊരവസ്ഥയുണ്ട്. കാരണം കൈനീട്ടം വിറ്റില്ല എന്ന് പറയാം, കൈനീട്ടം വിറ്റിട്ടില്ല അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം കൈനീട്ടം അതിലൊക്കെ ഒരു വിശ്വാസം നമ്മുടെ ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട്. എന്തോ ഒരു ദുശകുനം നഹ്സ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ ഇസ്ലാമികമല്ല, അത് അനിസ്ലാമികമാണ്. നഹ്സ് എന്നുള്ളത് അനിസ്ലാമികമാണ്. കാരണം
കാലത്തെ സംവിധാനിച്ചതും കാലത്തിന്റെ ഓരോ പോക്കുവരവുകളെ കുറിച്ചും അതിന്റെ ഹൈറ് ഷെറുകളെ കുറിച്ചും ഒക്കെ നിശ്ചയിച്ചത് അള്ളാഹുവാണ്. ഹൈറും ഷെറും എല്ലാം ഉണ്ടാകുന്നത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് ഈമാൻ കാര്യങ്ങൾ നമ്മൾ മദ്രസ കാലം മുതൽ എഴുതി പഠിച്ചതാണ്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല പറയുന്നുണ്ട്, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ പഴിക്കരുത്, സമയത്തെ പഴിക്കരുത്, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ നിങ്ങൾ പഴിക്കരുത്. കാരണം ഇന്നല്ലാഹു ഹുവ ദഹർ, കാലം എന്ന് പറയുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഹൈറ് വന്നാലും നന്മ വന്നാലും തിന്മകൾ സംഭവിച്ചാലും നന്മ വരുമ്പോൾ അള്ളാഹുവിൽ ശുക്ർ ചെയ്തുകൊണ്ടൊരു വിശ്വാസി അതിൽ സന്തോഷിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുകയും, ഷെറുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണെന്ന് പറഞ്ഞ് അതിനെ അതിജയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യലാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതിനപ്പുറമുള്ള ചിന്താഗതികൾ യഥാർത്ഥത്തിൽ തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നിനെയും എന്ത് ചെയ്യാൻ പറ്റൂല, ഇന്നത് തെറ്റാണ്, ഇന്നത് ഹറാമാണ്, ഇന്നത് നിഷിദ്ധമാണ്, ഇന്ന സമയത്ത് പാടില്ല, ഇന്ന സമയത്ത് ഇന്ന രൂപത്തിൽ പറ്റൂല, ഇന്ന സമയത്ത് യാത്ര, അങ്ങനെ നിശ്ചയിക്കാൻ നമുക്ക് പറ്റൂല. അങ്ങനെ ഒരു ഹറാമ് നിഷിദ്ധം അതാ നിശ്ചയിക്കേണ്ടത് ആരാ? അള്ളാഹുവാണ്. ഇന്ന സമയത്ത് ഇറങ്ങാൻ പാടില്ല, ഇന്ന സമയത്തെ പോകാവൂ, ഇന്ന സമയത്ത്, അത് നിശ്ചയിക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. ഇപ്പൊ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിഷയം നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് തഹ്രീമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് അവിടെ പിന്നെ ഒരു ഭാര്യയുടെ അടുക്കൽ നിന്നും തേൻ കുടിച്ച് തിരിച്ചു വന്നപ്പോ മറ്റുള്ള ഭാര്യമാർ കൂടി ചേർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ചെറിയ അമർഷം അവർ പങ്കുവെച്ചതാണ്. എന്തോ ഒരു ദുർഗന്ധം അങ്ങയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാര്യം മനസ്സിലായി. അപ്പുറത്തുനിന്ന് ഈ തേൻ കുടിച്ചതിന്റെ പരമായിട്ടാണ് ഇവരിത് പറയുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ ഇനി ഞാൻ ജീവിതത്തിൽ ആ തേൻ ഉപയോഗിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞപ്പോ അല്ലാഹു തആല അപ്പോഴേ ആയത്തിറക്കി, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹല്ലിമു മാ അഹല്ലല്ലാഹു ലക, അല്ലാഹു നിനക്ക് അനുവദിച്ചു തന്നതിൽ നീ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്? നീ എന്തിനാണ് സ്വയം അല്ലാഹു അനുവദിച്ചു തന്നതിനെ താങ്കൾ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്? തബ്തഗി മർളാത്ത അസ്വാജി, താങ്കളുടെ അസ്വാജുകളുടെ ഇണകളുടെ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി എന്തിനാണ് അള്ളാഹു അനുവദിച്ചതിനെ താങ്കൾ നിഷിദ്ധമാക്കുന്നത്? അല്ലാഹു ഗഫൂറുർ റഹീം. അതുകൊണ്ട് ആ വിഷയത്തിൽ ഖേദിക്കണം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് അള്ളാഹു തആല തിരുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു ഒന്ന് നിശ്ചയിക്കാത്തതിനെ നമ്മൾ നിഷിദ്ധമാക്കുക, നമ്മൾ ദുഷ്ടഗുണമാക്കുക, നമ്മൾ നല്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇസ്ലാമിലില്ല. ഇസ്ലാം കൃത്യമായിട്ടും അത് പ്രമാണബദ്ധമാണ്. അതിൽ ഹൈറും ഷെറും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വഴിക്ക് നീങ്ങലാണ് ഒരു മുഅ്മിനിന് ഏറ്റവും നന്നായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ മക്കയിലുള്ള മുശ്രിക്കുകൾക്കൊക്കെ അങ്ങനെയുള്ള ചില പരിപാടികൾ ഉണ്ടായിരുന്നു. അള്ളാഹു പവിത്രമാക്കിയ മാസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഏർപ്പാടൊക്കെ മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. അള്ളാഹു 4 മാസത്തെ പവിത്രമാക്കി. ആ സമയത്ത് ഇവരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അനുവദനീയമായോ അല്ലെങ്കിൽ ഒരു അനുകൂല സാഹചര്യം വരുമ്പോ ഈ പവിത്രമാക്കിയ മാസത്തെ വേറൊരു മാസമാക്കി അവർ മാറ്റി. എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ ഈ മാസത്തിൽ അവർ യുദ്ധം ചെയ്യുകയും ചെയ്യും. അത് മക്കാ മുശ്രിക്കുകളുടെ ഏർപ്പാടായിരുന്നു. അത്തരം ഏർപ്പാടുകളൊന്നും ആരും നടത്തണ്ട എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രൂപത്തിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ പല രൂപത്തിലും ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അക്ഷരം എഴുതി കുറിക്കുക. ഇപ്പൊ നമ്മുടെയൊക്കെ മറ്റേ മതവിശ്വാസികളൊക്കെ ഹരിശ്രീ കുറിക്കുക എന്ന് പറയുന്നത് പോലെ മുഹറം 1 തുടങ്ങുമ്പോ, പുതിയ മാസം തുടങ്ങുമ്പോ ചില പണ്ഡിതന്മാരായ അല്ലെങ്കിൽ പണ്ഡിത വേഷധാരികളായ ആളുകൾ അതിന്റെ പേരിൽ ഒരു ചടങ്ങുണ്ടാക്കി, അതിന്റെ കുറെ സിസ്റ്റങ്ങൾ ഉണ്ടാക്കി, പദ്യവിളിയും സൂറത്തൊക്കെ ഓതി കുട്ടിയെ കൊണ്ട് എഴുത്ത് നടത്തുന്ന ഒരു സിസ്റ്റം, അതും ഈ അടുത്ത് നമ്മുടെ ഇടയിലൊക്കെ നടന്നു വരുന്നത്. പുതിയ ഓരോന്നായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ അതൊക്കെ കൃത്യമായും മനസ്സിലാക്കി യഥാർത്ഥ ദീനിന്റെ പ്രമാണത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം സ്വർഗത്തിലേക്ക് പോകാനുള്ളതെല്ലാം റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള തിന്മകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഒരു വിശ്വാസം നിന്നാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. അധ്വാനിക്കുന്ന പണിയെടുക്കുന്ന കൈനാണല്ലോ. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ പ്രമാണം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ തൗഹീദും പ്രവാചക ചര്യയും
കൃത്യമായി ഉൾക്കൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ നന്മകൾ നീ ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച് നാളെ സ്വർഗത്തിന്റെ ഉന്നത ദർജകളിൽ ഞങ്ങൾക്ക് നീ ഒരു സ്ഥാനം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, അക്രമങ്ങൾക്ക് ഇരയായ ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഫലസ്തീനിന്റെ മണ്ണിൽ, അഖ്സയുടെ മണ്ണിൽ, ഖുദ്സിൽ ഒരുപാട് സഹോദരങ്ങൾ പ്രയാസങ്ങളിലും വേദനയിലുമാണ് റബ്ബേ. അവരുടെ വേദനകളെയും പ്രയാസങ്ങളെയും നീ അകറ്റിക്കൊടുക്കണമേ റഹ്മാനെ. അവർക്ക് സമാധാനവും നിർഭയത്വവും ഈമാനും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവരിൽ മരണപ്പെടുന്നവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവർക്ക് ഉന്നതമായ പ്രതിഫലം നാളെ പരലോകത്ത് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, അവരിൽ അക്രമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, അവരിൽ നീ നിന്യത ഇറക്കിക്കൊടുക്കണമേ റഹ്മാനെ. അവരിൽ നാശം നീ ഉണ്ടാക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا صيامنا وصلاتنا وركوعنا وسجودنا ودعاءنا واتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.